SPC കേഡറ്റിനെ പീഡിപ്പിച്ച SI അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട റൂറൽ SP ഓഫീസിലെ ഗ്രേഡ് SI ചന്ദ്രശേഖരനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണം കടത്തിയ കാർ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി. വിഷയത്തിൽ പുനരന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. മദ്യം ചില്ലുകുപ്പികളിൽ വിതരണം ചെയ്യാനുള്ള തീരുമാനം നടപ്പായില്ല. തീരുമാനത്തിൽ നിന്ന് പിന്മാറി ബെവ്കോ. പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യവിൽപ്പന തുടരും. സൈബർ തട്ടിപ്പിലൂടെ 31.5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതികൾ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ. കോഴിക്കോട് മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. പണം നഷ്ടപ്പെട്ടത് തൃശൂർ കുറ്റുമുക്ക് സ്വദേശിക്ക്. നമസ്കാരം. വാർത്തകൾ വിശദമായി. SPC കേഡറ്റിനെ പീഡിപ്പിച്ച SIയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുടയിലെ റൂറൽ SP ഓഫീസിലെ ഗ്രേഡ് SI ചന്ദ്രശേഖരനെയാണ് അറസ്റ്റ് ചെയ്തത്. 2 വർഷം മുമ്പ് ഇയാൾ മാള സ്റ്റേഷനിൽ ജോലി ചെയ്ത സമയത്തായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി. മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് കൌൺസിലിംഗിന് വിധേയയായപ്പോഴാണ് SI പീഡിപ്പിച്ച വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയത്. തുടർന്ന് കൌൺസിലർ ഇരിങ്ങാലക്കുട വനിതാ സെല്ലിൽ വിവരം അറിയിക്കുകയും കൊടുങ്ങല്ലൂർ പോലീസിന് കേസ് കൈമാറുകയുമായിരുന്നു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണം കടത്തിയ കാർ കണ്ടെത്തി. തൃശൂർ കിഴക്കേക്കോട്ട അരുൺ സണ്ണി, പോട്ട സ്വദേശി റോജി എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെച്ച് 3 കാറുകളിലെത്തിയ സംഘം തടഞ്ഞ് കഴിഞ്ഞ ദിവസം ആഭരണം കവർന്നത്. സ്വകാര്യ ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. സംഭവത്തിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതേസമയം പ്രതികൾ വന്ന വാഹനം പാലിയേക്കര ടോൾ പ്ലാസ വഴി കടന്നുപോയിട്ടില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളുടെ നമ്പർ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് തള്ളി. ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടാണ് തള്ളിയത്. വിഷയത്തിൽ വിശദമായ പുനരന്വേഷണമാണ് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കേണ്ട അന്വേഷണം 5 മാസം നീണ്ടതടക്കമുള്ള കാര്യങ്ങൾ DGP ഉന്നയിച്ചിരുന്നു. DGP ദർവേഷ് സാഹിബ് ഉന്നയിച്ച കാര്യങ്ങളിലാണ് അന്വേഷണ ശുപാർശ. വിഷയത്തിൽ ADGPക്കെതിരെയും അന്വേഷണമുണ്ടാകും. പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കുവാനും ശുപാർശയുണ്ട്. പൂരം അലങ്കോലപ്പെട്ടതിൽ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ മാത്രം കുറ്റപ്പെടുത്തിയിരുന്നതായിരുന്നു ADGPയുടെ റിപ്പോർട്ട്. തൃശൂർ പൂരം അട്ടിമറിച്ചതിനെതിരെ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ ആർക്കും പരിക്കില്ല. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാലയുടെ ഭാഗമായാണ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. തെക്കേ ഗോപുരനടയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് കമ്മീഷണർ ഓഫീസിന് സമീപം വെച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ജിഷാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് സനൌഫൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, ട്രഷറർ സക്കറിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്യം ചില്ലുകുപ്പികളിൽ വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി ബെവ്കോ. പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യവിതരണം തുടരാൻ ബെവ്കോ. വില കൂടുതലും കിട്ടാൻ പ്രയാസവുമായതുമാണ് ചില്ലുകുപ്പിയിലേക്ക് മാറാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ കാരണമെന്നാണ് വിശദീകരണം.
സംസ്ഥാനത്ത് പ്രതിവർഷം 56 കോടി കുപ്പി മദ്യം വിൽക്കുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇത്രയും പ്ലാസ്റ്റിക് കുപ്പികൾ എത്തുന്നത് പരിസ്ഥിതിക്ക് ദോഷം എന്നത് കണക്കിലെടുത്താണ് ചില്ലുകുപ്പിയിലേക്ക് മാറാൻ തീരുമാനിച്ചത്. ഈ വർഷം മുതൽ നടപ്പാക്കാനായിരുന്നു തീരുമാനം. കുടുംബശ്രീയും ശുചിത്വ മിഷനുമായി സഹകരിച്ച് കുപ്പികൾ തിരിച്ചെടുക്കാനുള്ള ചർച്ചയും ബെവ്കോ നടത്തിയിരുന്നു. എന്നാൽ ചില്ലുകുപ്പികളാക്കണമെങ്കിൽ മദ്യത്തിന്റെ വില കൂട്ടണമെന്ന് മദ്യക്കമ്പനികൾ ആവശ്യപ്പെട്ടു. മാത്രമല്ല, വെയർഹൌസുകളിലും ചില്ലറ വിൽപ്പനശാലകളിലും ഇറക്കുമ്പോൾ പൊട്ടുന്നവയുടെ നഷ്ടം കമ്പനികൾ വഹിക്കണം. ഇതോടെ ചില്ലുകുപ്പികൾ പറ്റില്ലെന്ന നിലപാട് കമ്പനികൾ ബെവ്കോയെ അറിയിക്കുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. സൈബർ തട്ടിപ്പിലൂടെ 31.5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതികളെ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടി. കോഴിക്കോട് സ്വദേശി യാസിർ റഹ്മാൻ, മലപ്പുറം സ്വദേശി നാഫിഖ് എന്നിവരെയാണ് തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ട്രേഡിലൂടെ കൂടുതൽ ലാഭം നേടാം എന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കുറ്റുമുക്ക് സ്വദേശിയിൽ നിന്നും 31,97,500 രൂപ തട്ടിയെടുക്കുകയായിരുന്നു. ട്രേഡിംഗിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ കണ്ട് വിശ്വസിച്ച പരാതിക്കാരൻ കഴിഞ്ഞ ജൂലൈ മുതൽ ആഗസ്റ്റ് വരെ 11 ഘട്ടങ്ങളിലായാണ് 31,97,500 രൂപ ട്രേഡിംഗിലേക്കായി നിക്ഷേപിച്ചത്. തൃശൂരിലെ കേരള വിഷന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് സിഡ്കോ പ്രസിഡന്റും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ കെ വിജയകൃഷ്ണൻ പറഞ്ഞു. കേരള വിഷൻ ലിമിറ്റഡിന്റെ 20ാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് തൃശൂരിലെ കേരള വിഷൻ. സംസ്ഥാനം തന്നെ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. അപ്പം ആ നിലയിൽ നടക്കുന്ന പ്രവർത്തനത്തെ അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കുകയും അപ്പം ഇതൊക്കെ സാധ്യമാവുന്നതിൽ തീർച്ചയായിട്ടും അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയുള്ള തൃശ്ശൂരിലെ കേരള വിഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഏത് കാലത്തും ഇപ്പോൾ വെല്ലുവിളികളെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. റിലയൻസ് പോലെയുള്ള വലിയ മൂലധന പിൻബലമുള്ള കമ്പനികളോട് നമ്മൾ മത്സരിക്കുന്നത് വളരെ ഗൗരവപൂർവ്വം കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്ന എല്ലാവരും പറയുന്നൊരു കാര്യം, അത് നമ്മുടെ ഈ സംഘടനാ പിൻബലവും നമ്മുടെ ഈ രീതിയിലുള്ള പ്രവർത്തന ശൈലിയുമാണ്. അപ്പോൾ അത് കുറേയും കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കുറേയും കൂടി നല്ല രീതിയിലേക്ക് കൺസ്യൂമർ റിലേഷനൊക്കെ കുറേയും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കേബിൾ ഓപ്പറേറ്റർ എന്നതിനപ്പുറം മൾട്ടി സർവീസ് പ്രൊവൈഡറായി മാറാൻ കഴിഞ്ഞു. റൂറൽ ബ്രോഡ്ബാൻഡിന്റെ കാര്യത്തിൽ രാജ്യത്ത് 2ാം സ്ഥാനത്താണ് കേരള വിഷൻ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയോടുകൂടി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തൃശൂരിലെ കേരള വിഷനാണെന്നും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ടെന്നും ആ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും കെ വിജയകൃഷ്ണൻ പറഞ്ഞു. ശക്തൻ നഗർ കാസിനോ കൾച്ചർ ഓഡിറ്റോറിയത്തിൽ നടന്ന ആനുവൽ ജനറൽ മീറ്റിംഗിൽ കേരള വിഷൻ ചെയർമാൻ PM നാസർ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ MD T ജയപ്രകാശ് റിപ്പോർട്ടും ഡയറക്ടർ P ഗോപകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഫിനാൻസ് ഡയറക്ടർ മോഹനകൃഷ്ണൻ, COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ സിദ്ദിഖ്, KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ ഡയറക്ടർ RH ഹാരിസ്, കമ്പനി സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനമൊഴിയുന്ന ഡയറക്ടർമാരെ ചടങ്ങിൽ ആദരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ 4ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് തൃശൂർ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. TCV ലിമിറ്റഡ് ഡയറക്ടർ P ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TCV ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ PB സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പദ്ധതി നിർവഹണവും പുതിയ പ്രൊജക്ട് അവതരണവും TCV ലിമിറ്റഡ് ഡയറക്ടർ CA ബൈജു നിർവഹിച്ചു. സാമ്പത്തിക അവലോകനം TCV ലിമിറ്റഡ് ഫിനാൻസ് ഡയറക്ടർ TJ ജോർജ് ലിയോ നടത്തി. TCV ലിമിറ്റഡ് ഡയറക്ടർ VP ബിജു, കേരള വിഷൻ MD T ജയപ്രകാശ്, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL MD PP സുരേഷ് കുമാർ, കമ്പനി സെക്രട്ടറി M കൃഷ്ണകുമാർ, ഓഡിറ്റർ CL സോണി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം അതിന്റെ ഫയറിന്റെ ലൈസൻസ് ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. കാരണം വലിയ ബിൽഡിങ്ങുകൾക്ക് എപ്പോഴും ഫയർ ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് കോർപ്പറേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഫയറിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആ ഫയറിന്റെ അവസാനത്തെ അവരുടെ ഒരു കൊറിയയുടെ ഭാഗമായിട്ടുള്ള പാരമെഡിക്കൽ ചെറിയൊരു ഹൈറ്റ് എക്സ്റ്റൻഷൻ കൂടി അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള കംപ്ലീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലംബിംഗ് വർക്ക് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ
ട്രാൻസ്ഫോമർ സെക്ഷനിലുള്ള പോസ്റ്റ് ചേഞ്ചിങ്ങും അതുപോലെ ട്രാൻസ്ഫോമറിന്റെ വർക്കും വയറിങ്ങും എല്ലാം കംപ്ലീറ്റഡ് ആണ്. അതുപോലെ ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാന പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതിയായ സാദിഖ് ഉൾപ്പെടെ 3 കണ്ണൂർ സ്വദേശികളും എറണാകുളം സ്വദേശിയായ ഒരാളുമാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. 9 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് തൃശൂരിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചത്. കണ്ണൂർ അഴീക്കലിലെ ഐസ്ക്രീം വ്യാപാരിയായ സാദിഖിൽ നിന്ന് തട്ടിയെടുത്ത 65 ലക്ഷം രൂപ തിരിച്ചുപിടിക്കാനായി ക്വട്ടേഷൻ സംഘത്തെ ഉൾപ്പെടുത്തിയായിരുന്നു അരുണിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. 4 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പിലാവ് സ്വദേശി ഷാജി മകൻ ഷാനിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അതുൽ കൃഷ്ണ. പെരുമ്പിലാവിൽ നിന്ന് ചാലിശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അതുൽ കൃഷ്ണയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മിനി ബസും പിക്കപ്പ് മിനി ലോറിയും കൂട്ടിയിടിച്ച് 5 കുട്ടികൾക്കും പിക്കപ്പ് ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി തങ്ങൾപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം വൈകിട്ടാണ് അപകടമുണ്ടായത്. ആറ്റൂർ പാറപ്പുറം സ്വദേശികളാണ് മിനി ബസ്സിലുണ്ടായിരുന്നത്. തൃശൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് വന്നിരുന്ന പിക്കപ്പ് മിനി ലോറി ബസിന്റെ മുൻഭാഗത്ത് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന 5 കുട്ടികൾ പുറത്തേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് ലോറിയുടെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തെടുത്തത്. ഡ്രൈവർ ഉറങ്ങിയതാവാം കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പെരുമ്പിലാവ് പുത്തംകുളം സെന്ററിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് വീടും കടമുറിയും തകർന്നു. വ്യാഴാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ആനക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡിലേക്ക് മറിഞ്ഞ ലോറി പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുത്തംകുളം പടിഞ്ഞാക്കര അബ്ദുൾ റൌഫിന്റെ കടയും വേട്ടനാട്ടയിൽ റഷീദിന്റെ വീടുമാണ് തകർന്നത്. പുതുതായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തംകുളം മേഖലയിൽ റോഡ് വീതി കുറവായതിനാൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി 100 കണക്കിന് ടോറസ് ലോറികളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് തുടർച്ചയായുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചേലക്കര ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് തീരുമാനമായില്ല. കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് MP ആയതിനെ തുടർന്നാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ്. ഷാഫി പറമ്പിൽ വടകര MP ആയതോടെയാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞതോടെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ച തുടരുന്നു. കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞതോടെ ചേലക്കരയ്ക്ക് മന്ത്രിമണ്ഡലം എന്ന പദവി നഷ്ടമായി. ഇവിടെ ഇനി ഇടത് സ്ഥാനാർത്ഥി ജയിച്ചാലും മന്ത്രി പദവി ലഭിക്കില്ല. കെ രാധാകൃഷ്ണന് പകരം വയനാട്ടിൽ നിന്ന് OR കേളുവാണ് മന്ത്രിസഭയിലെത്തിയത്. നേരത്തെ ചേലക്കര MLA ആയിരുന്ന UR പ്രദീപിന്റെ പേര് CPMന്റെ പരിഗണനയിലുണ്ട്. ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസ് UDF സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹമുണ്ട്. എന്നാൽ രമ്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ തർക്കമുണ്ട്. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമെന്ന് BJPയും പറയുന്നു. ചാഴൂരിൽ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ പൂട്ടിയിട്ടതായി പരാതി. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റിനെതിരെയാണ് പരാതി. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂൾ അധികൃതർ അടച്ചിട്ടെന്നാണ് പരാതി. തൃശൂർ ശക്തൻ നഗറിലെ ആകാശപാത സമർപ്പണം വെള്ളിയാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിക്കുമെന്ന് മേയർ MK വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11 കോടി രൂപ ചിലവഴിച്ചാണ് ആകാശപാത നിർമ്മിച്ചത്. 4 കവാടങ്ങളിലും ലിഫ്റ്റുകളുണ്ട്. സുരക്ഷയുടെ ഭാഗമായി
20 CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 11.5 കോടി രൂപയോളം ഇപ്പോൾ അത് ആ പ്രൊജക്റ്റിന് വേണ്ടി നമ്മളിപ്പോൾ ചെലവഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. കാരണം അതിനകത്ത് 20ഓളം CCTVകളുണ്ട്. ഫുള്ളി എയർ കണ്ടീഷനാണ്. ഒപ്പം തന്നെ അതിനകത്ത് സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും അത് സൗരോർജ ഒരു സ്കൈവാക്ക് ആയി മാറും. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കറിയാം 4 ലിഫ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നടന്നു കയറാനുള്ള സംരംഭമുണ്ട്. അപ്പോൾ യാതൊരു തരത്തിലും ഇനി ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മളിപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ്. അതിനൊക്കെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഇതൊരു തുടക്കമാണ്. ആദ്യത്തെ മാതൃകാപരമായ MO റോഡിൻ്റെ ഒരു തുടക്കം. അപ്പോൾ നമ്മളത് അന്ന് പറഞ്ഞിട്ട് ACP ഓഫീസിൻ്റെ അവിടെ നിന്ന് ഡിവൈഡറുകൾ സ്ഥാപിച്ച് രണ്ട് സൈഡ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹനങ്ങൾക്ക് നിശ്ചയ ഒരു സംരംഭത്തിൽ കൂടെ ശക്തനെ വട്ടം ചുറ്റി വന്ന് വേണം ഇനി ബസ് സ്റ്റാൻഡിലേക്ക് കയറിപ്പോകാവുന്ന ഒരു പുതിയ മാതൃക പോലീസും നമ്മളും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് നടപ്പിലാക്കുന്നത്. തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ കുറേശ്ശെ തോന്നും. അത് മാറും. കാരണം അങ്ങനെയാണ് ഒരു പ്രദേശത്തെ പുരോഗതിയും അപകടം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളുടെ സഹകരണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കടങ്ങോട് പഞ്ചായത്ത് ഓഫീസ് കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. കടങ്ങോട് മേഖലയിൽ വ്യാപകമായി നെൽവയൽ നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു ഉപരോധം. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. കടങ്ങോട് പള്ളിമേപ്പുറം നാവലിന് സമീപം വ്യാപകമായി നെൽവയൽ നികത്തുന്നതിൽ പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. അത് മൂന്നാം വാർഡിലുള്ള മണ്ണുമായി പെരുമാറാണെന്ന് മാന്യമായി പരാതി പറയാറുണ്ട്. എന്തിനാണ് സെക്രട്ടറി ഇതൊരു നടപടി എടുത്തിട്ടുള്ളത്? എന്താണ് നടപടി എടുത്ത് തൂക്കില് കെട്ടിയിട്ട് തോന്നിയ പോലീസ് പോലീസ് വണ്ടി പിടിക്കുന്നത് ഒരു സെക്രട്ടറി പറയാം, പഞ്ചായത്ത് മെമ്പർമാരെ, ഒരു പ്രതിപക്ഷ നേതാവ്. നാഷണൽ കോൺഗ്രസ് ഈ കടങ്ങോട് പഞ്ചായത്തിനകത്ത് മെമ്പർ ഓപ്പോസിറ്റ്. കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി കാനകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വരുന്ന മണ്ണ് സാധാരണഗതിയിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് നിക്ഷേപിക്കാർ പതിവ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് CPMന്റെ ആളുകൾക്ക് പാടം തൂർക്കുവാനും മറ്റു കുഴികളും കുളങ്ങളും തൂർക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതി പുതിയതായി എടുത്തൊരു തീരുമാനമാണ് അതാത് വാർഡുകളിൽ പൊതു ഇടങ്ങളിലോ അതല്ലെങ്കിൽ അവിടെയുള്ള സ്വകാര്യ വ്യക്തികളുടെ സമ്മതത്തോടു കൂടി നിക്ഷേപിക്കുകയും പിന്നീട് അത് ലേലം ചെയ്ത് എത്ര M³ മണ്ണുണ്ടെന്ന് പരിശോധിച്ച് അത് ലേലം ചെയ്യുവാനുമാണ് തീരുമാനമെടുത്തതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് അറിയാൻ സാധിച്ചത്. വയൽ നികത്താൻ CPM നേതാക്കൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി K മായാദേവി പറഞ്ഞു. കടങ്ങോട് പള്ളിമേപ്പുറത്ത് വയലിൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് നിക്ഷേപിച്ചത് പഞ്ചായത്തിന്റെ അറിവോടെയല്ല. പഞ്ചായത്തിൽ ഇതിനുവേണ്ട കത്ത് തന്നിട്ടില്ല. അതിനാൽ തന്നെ പഞ്ചായത്ത് ഇതിന് അനുമതി നൽകിയിട്ടില്ല. വിവരമറിഞ്ഞയുടൻ സ്ഥലം സന്ദർശിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചു. സത്യസന്ധമായി കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് സെക്രട്ടറി പറഞ്ഞു. ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സാറ ജോസഫ്. മുകേഷ് ദിവ്യനൊന്നുമല്ല, രാജിവെക്കുക തന്നെ വേണം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ലൈംഗിക ചൂഷണങ്ങളെ തുറന്നുകാട്ടുന്നതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞു. ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പേടിയുണ്ടാകുമെന്നും സാറ ജോസഫ് പറഞ്ഞു. കോട്ടയ്ക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MKR ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ കർമ്മ അവാർഡ് സിനിമാ മേഖലയിലെ സ്ത്രീ കൂട്ടായ്മയായ WCCക്ക് സമ്മാനിക്കുമെന്ന് സാറ ജോസഫ് അറിയിച്ചു. കുവൈറ്റിലുണ്ടായ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ പാലം സൂര്യനഗറിൽ വിളക്കേത്ത് ഹരിദാസിന്റെ മകൻ ഹനീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമായി. സുരേഷ് ഗോപി MPയുടെ നിരന്തരമായ ഇടപെടലിലാണ് DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി നടപടികൾ വേഗത്തിലാക്കിയത്. 10 മാസം മുൻപാണ് ജോലിക്കായി ഹനീഷ് കുവൈറ്റിലേക്ക് പോയത്. ഇറാൻ ചരക്ക് കപ്പൽ കുവൈത്ത് തീരത്ത് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 ഇന്ത്യക്കാരടക്കം 6 പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്.
അടുത്ത മാസം നാട്ടിലെത്തുമെന്ന് ഹനീഷ് അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് അപകടം ഉണ്ടായത്. ദേശീയപാത ആമ്പല്ലൂരിൽ യാത്രാ ദുരിതമേറുന്നു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ പുതുക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയുവാൻ സംവിധാനമില്ല. ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും 1.5 കിലോമീറ്റർ സഞ്ചരിച്ച് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം യു ടേൺ തിരിഞ്ഞാണ് വാഹനങ്ങൾ ആമ്പല്ലൂരിലെത്തുന്നത്. പുതുക്കാട് നിന്നും 1.5 കിലോമീറ്റർ ദൂരം കടന്ന് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയേണ്ടവർ ഇരട്ടി വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ വാഹനങ്ങൾ ടോൾ ബൂത്തിന് മുന്നിലെ തിരക്കിൽപ്പെട്ടാൽ യാത്രാ ദുരിതം പിന്നെയും ഇരട്ടിയാവും. ആമ്പല്ലൂർ ജംഗ്ഷനോട് ചേർന്ന് യു ടേൺ തിരിയാൻ സൗകര്യമൊരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സർവീസ് റോഡുകളുടെ പണി അടിയന്തരമായി പൂർത്തിയാക്കാൻ ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഇടപെടണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇപ്പോൾ അടിപ്പാതയ്ക്കായി ഒരു പില്ലറിനായുള്ള കുഴിയെടുക്കലാണ് നടക്കുന്നത്. തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതത്തെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ മറുവശത്തുകൂടി കുഴിയെടുത്താൽ ഇരുവശത്തേക്കുമുള്ള വാഹന ഗതാഗതം ദുരിതപൂർണമാകും. മുന്നൊരുക്കങ്ങൾ നടത്താതെ ദേശീയപാത പൊളിച്ചു തുടങ്ങിയതോടെ ആമ്പല്ലൂരിൽ പൊടിശല്യവും രൂക്ഷമാണ്. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന് ദേശീയപാത അതോറിറ്റി പറയുന്ന സമയപരിധി 10 മാസമാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ 1 വർഷത്തോളം ആമ്പല്ലൂർ പ്രദേശവാസികളെ കാത്തിരിക്കുന്നത് നീണ്ട യാത്രാ ദുരിതമായിരിക്കും. TCV ന്യൂസ്, പുതുക്കാട്. ആമ്പല്ലൂരിലെ അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണത്തിനെതിരെയും സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് റോഡ് പൊളിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് അധ്യക്ഷനായി. ലിനോ മൈക്കിൾ, ആൻസ് ആൻഡോ, റനീഷ് നന്മണിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഒരു തരത്തിലുള്ള മുൻകരുതലുകളും എടുക്കാതെ, മതിയായ അറിയിപ്പ് ഒന്നും തന്നെ നൽകാതെ, ഇത്തരത്തിൽ വേണ്ട ഒരു നടപടി എടുക്കാതെ അല്ലെങ്കിൽ ഇതിന് വേണ്ട ഒരു യാതൊരു തയ്യാറില്ല. ഞാൻ പറഞ്ഞതല്ല, ഹൈ അതോറിറ്റിക്കാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലയിലേക്ക് ഗുരുവായൂരിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് നഗരസഭാ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറിമാരായ CS സൂരജ്, നിഖിൽ G കൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 14കാരൻ ലോഡ്ജിലെ കിണറ്റിൽ വീണ് മരിക്കാനിടയായ സംഭവത്തെ തുടർന്നാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഏറ്റവും പേരുകെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗുരുവായൂർ ക്ഷേത്രവും തീർത്ഥാടനം മാത്രമല്ല നടക്കുന്നത്, ഒട്ടനവധി ആളുകളുടെ ഉപജീവനം വലിയ പങ്കാണ് വഹിക്കുന്നത്. അതിന് തങ്ങളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാർ തടഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പറവൂർ പട്ടണം സ്വദേശി ആഷിഫാണ് അറസ്റ്റിലായത്. ഇതോടെ സംഭവത്തിൽ 9 പേർ പിടിയിലായി. ആഗസ്റ്റ് 30 രാത്രി ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ, കാട്ടുകുഞ്ചിറ മണക്കുന്നത്ത് ഷാജു അശോകനും മകനും ബന്ധുവും സഞ്ചരിച്ചിരുന്ന കാറിൽ 2 കാറുകളിലായി എത്തിയ സംഘം ഇടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുവാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. നാട്ടുകാർ എത്തിയപ്പോൾ അക്രമികൾ ഒരു കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തിരുന്നു. കൊടുങ്ങല്ലൂരിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനെ പിന്തുടർന്ന കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച കാർ തലകീഴായി മറിഞ്ഞു. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ പുല്ലിയത്ത് കുളത്തിന് സമീപമായിരുന്നു അപകടം. കോണത്തുകുന്ന് സ്വദേശിയായി ഗൃഹനാഥനെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസിന് പുറകിൽ സഞ്ചരിച്ചിരുന്ന കുടുംബാംഗങ്ങളുടെ കാർ തെരുവനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിടുകയായിരുന്നു. റോഡരികിലെ മതിൽ ഇടിച്ചു തകർത്ത കാർ അടുത്തുള്ള പുരയിടത്തിലേക്ക് തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7025 രൂപ, പവന് 56,200 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3289 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
SPC കേഡറ്റിനെ പീഡിപ്പിച്ച SI അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട റൂറൽ SP ഓഫീസിലെ ഗ്രേഡ് SI ചന്ദ്രശേഖരനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടിക്കാട് കല്ലിടുക്കിയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ സ്വർണം കടത്തിയ കാർ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളി. വിഷയത്തിൽ പുനരന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. മദ്യം ചില്ലുകുപ്പികളിൽ വിതരണം ചെയ്യാനുള്ള തീരുമാനം നടപ്പായില്ല. തീരുമാനത്തിൽ നിന്ന് പിന്മാറി ബെവ്കോ. പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യവിൽപ്പന തുടരും. സൈബർ തട്ടിപ്പിലൂടെ 31.5 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത പ്രതികൾ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ. കോഴിക്കോട് മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. പണം നഷ്ടപ്പെട്ടത് തൃശൂർ കുറ്റുമുഖ സ്വദേശിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.